വന്ദേ ഭാരത് ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ചതിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം. സംഭവം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഗാനത്തിന്റെ ആശയം ദേശഭക്തിയെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ ഹൃദ്രോഗി മരിച്ചതിൽ വീഴ്ചയില്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വിലയിരുത്തൽ. കേസ് ഷീറ്റിൽ പോരായ്മകൾ ഇല്ലെന്നും ചികിത്സ പ്രോട്ടോകോൾ പാലിച്ചെന്നും രേഖകൾ. ആശയവിനിമയത്തിൽ പോരായ്മ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അന്തിമ റിപ്പോർട്ട് നാളെ സമർപ്പിക്കും. പാലക്കാട് വാഹനാപകടത്തിൽ 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. 3 പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് കാട്ടുപന്നി കുറുകെ ചാടിയതോടെ. നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് വയലിലേക്ക് മറിഞ്ഞു. അരൂർ ഇടപ്പള്ളി ദേശീയപാതയിൽ ലോറി ക്രെയിനിൽ ഇടിച്ചു കയറി. കോഴിക്കോട് കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റ് ഭാഗികമായി തുറന്നു. 18 ദിവസത്തിനു ശേഷം പ്രവർത്തനം പുനരാരംഭിച്ചു. നീക്കം ഹൈക്കോടതി അനുമതിക്ക് പിന്നാലെ. പ്രദേശത്ത് നിരോധനാജ്ഞ തുടരുന്നു. ബീഹാറിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. അവസാനഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. പ്രചരണം കൊഴുപ്പിക്കാൻ പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിച്ച് ഇന്ത്യ സഖ്യവും NDAയും. വിധിയെഴുതുന്നത് 122 മണ്ഡലങ്ങൾ.